ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. മംഗോളിയൻ പൌരന്മാർക്ക് സൗജന്യ വിസ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മംഗോളിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ ധാരണാപത്രങ്ങൾ കൈമാറി. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയ്ക്ക് വിട്ടുവീഴ്ചയില്ല നയമാണുള്ളതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആന്ധ്രാപ്രദേശിൽ ഗൂഗിൾ പ്രഖ്യാപിച്ച AI ഹബ്ബ് ഇന്ത്യ AI മിഷന്റെ വളർച്ചയ്ക്ക് ഉത്തേജകമാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി BJP. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള അന്താരാഷ്ട്ര തപാൽ സേവനങ്ങൾ നാളെ മുതൽ പുനരാരംഭിക്കും. കേരളത്തിൽ പരക്കെ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഈ മാസം 18 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. മംഗോളിയൻ പൌരന്മാർക്ക് സൗജന്യ വിസ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മംഗോളിയയിൽ നിന്നുള്ള യുവ സാംസ്കാരിക അംബാസഡർമാരുടെ ഇന്ത്യയിലേക്കുള്ള വാർഷിക സന്ദർശനം ഇന്ത്യ സ്പോൺസർ ചെയ്യുമെന്നും മംഗോളിയൻ പ്രസിഡന്റ് ഖുറൽസുഖ ഉഖ്നയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ന്യൂഡൽഹിയിൽ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. हम दोनों देश फ्री, ओपन, इंक्लूसिव और रूल बेस्ड इंडो पैसिफिक का समर्थन करते हैं. ग्लोबल साउथ की आवाज को सशक्त करने के लिए भी हम मिलकर काम करते हैं. भारत और मंगोलिया के संबंध केवल राजनयिक नहीं है, ये हमारे बीच आत्मीय और आध्यात्मिक बंधन है. ഇന്ത്യയുടെ $1.7 ബില്യൺ വായ്പയിൽ നിർമ്മിക്കുന്ന എണ്ണ ശുദ്ധീകരണ പദ്ധതി മംഗോളിയയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് ഉത്തേജനം നൽകുമെന്ന് ശ്രീ മോദി പറഞ്ഞു. എണ്ണ ശുദ്ധീകരണ പദ്ധതിയിലെ ഇന്ത്യയുടെ സമഗ്ര പിന്തുണയ്ക്ക് മംഗോളിയൻ പ്രസിഡന്റ് നന്ദി പറഞ്ഞു. ഇരു രാജ്യങ്ങളും വിവിധ ധാരണാപത്രങ്ങളും കൈമാറി. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ ന്യൂഡൽഹിയിലെത്തിയ മംഗോളിയൻ പ്രസിഡന്റ് ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും കൂടിക്കാഴ്ച നടത്തും. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഗൂഗിൾ AI ഹബ്ബ് ആരംഭിച്ചതിൽ സന്തോഷമറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും ആഗോള സാങ്കേതിക നേതൃനിരയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പാക്കുന്നതിനും സംരംഭം സഹായിക്കുമെന്ന് ഗൂഗിൾ CEO സുന്ദർ പിച്ചയുടെ പോസ്റ്റിന് മറുപടിയായി പ്രധാനമന്ത്രി പറഞ്ഞു. ആന്ധ്രാപ്രദേശിൽ ഗൂഗിൾ പ്രഖ്യാപിച്ച AI ഹബ്ബ് ഇന്ത്യ AI മിഷന്റെ വളർച്ചയ്ക്ക് ഉത്തേജനമാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. വിശാഖപട്ടണത്ത് നിർമ്മിത ബുദ്ധി ഹബ്ബ് സ്ഥാപിക്കുന്നതിനായി അടുത്ത 5 വർഷത്തിനുള്ളിൽ $15 ബില്യൺ നിക്ഷേപമാണ് ഗൂഗിൾ പ്രഖ്യാപിച്ചത്. അമേരിക്കയ്ക്ക് പുറത്തുള്ള ഗൂഗിളിന്റെ ഏറ്റവും വലിയ AI ഹബ്ബാണിത്. പുരോഗമനപരമായ നയരൂപീകരണത്തിന്റെ പ്രതിഫലനമാണ് പുതിയ സംരംഭമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. നിർമ്മിത ബുദ്ധിയെ ഭയത്തോടെ കാണുന്നതിനു പകരം പരീക്ഷണങ്ങൾക്ക് തയ്യാറാകാനും മാറുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും ആഹ്വാനം ചെയ്ത് ഓപ്പൺ AI CEO സാം ആൾട്ട്മാനും G42 ഗ്രൂപ്പ് CEO പെങ് സിയാവോയും മനുഷ്യന്റെ ചാതുര്യവും സാങ്കേതിക വിദ്യയും ചേരുമ്പോൾ ഭീഷണിയേക്കാൾ കൂടുതൽ അവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നതെന്ന് ഇരുവരും ദുബായിൽ നടക്കുന്ന GI ടെക്സ് ഗ്ലോബൽ പരിപാടിയിൽ പറഞ്ഞു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. JDU നേതാവ് ബിജേന്ദ്ര പ്രസാദ്, CPI ML നേതാവ് ഖമറുദ്ദീൻ അൻസാരി തുടങ്ങിയവർ ഇന്ന് പത്രിക സമർപ്പിച്ചു. RJD നേതാവ് തേജസ്വി യാദവ് നാളെ പത്രിക നൽകും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 71 സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക BJP പുറത്തിറക്കി. ഉപമുഖ്യമന്ത്രിമാരായ സമ്രാട്ട് ചൌധരി, വിജയ് സിൻഹ എന്നിവർ യഥാക്രമം താരാപൂർ, ലഖിസരായ് എന്നിവിടങ്ങളിൽ നിന്ന് മത്സരിക്കും. ആരോഗ്യമന്ത്രി മംഗൾ പാണ്ഡെ, സഹമന്ത്രിമാരായ നിതിൻ നബീൻ, രേണു ദേവി എന്നിവരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. CPI ML ലിബറേഷനും 18 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കി. അതേസമയം രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിനുള്ള VVPATകളുടെ ആദ്യഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. നിയമ സംവിധാനത്തിൽ അധിഷ്ഠിതമായ ലോകക്രമത്തിനെയാണ് ഇന്ത്യ എക്കാലവും നിലകൊള്ളുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചില രാജ്യങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾ പരസ്യമായി ലംഘിക്കുന്ന സാഹചര്യത്തിലാണ് കാലഹരണപ്പെട്ട അന്താരാഷ്ട്ര ഘടനകളുടെ നവീകരണം എന്ന ആവശ്യം ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയ്ക്ക് സേനകളെ സംഭാവന ചെയ്യുന്ന രാജ്യങ്ങളുടെ കോൺക്ലേവിനെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്.
ജമ്മുകാശ്മീരിലെ കുപ്വാര ജില്ലയിലെ നിയന്ത്രണ രേഖയിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരർ കൊല്ലപ്പെട്ടു. കുപ്വാര ജില്ലയിലെ മച്ചിൽ സെക്ടറിൽ സായുധരായ ഭീകരർ ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൈന്യവും ജമ്മുകാശ്മീർ പോലീസും സംയുക്തമായി ഇന്നലെ നടത്തിയ തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. വലിയ തോതിലുള്ള ആയുധശേഖരവും കണ്ടെടുത്തു. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയ്ക്ക് വിട്ടുവീഴ്ചയില്ലാത്ത നയമാണുള്ളതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യത്തെ ഭീകരവാദത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന് നിരവധി നടപടികൾ സ്വീകരിച്ചതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ 41ാമത് സ്ഥാപക ദിനാഘോഷങ്ങളെ ഹരിയാനയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. स्पेशल कंपोजिट ग्रुप वो जोन पर आने वाले किसी भी अकस्मात आतंकी हमलों को मुंह तोड़ जवाब देने के लिए हमेशा उपलब्ध रहेंगे. तो एक प्रकार से देश के 6 हिस्सों में 6 जोन में एनएसजी के एसएसजी हमेशा देश की सुरक्षा में तैनात रहेंगे. ആന്ധ്രാപ്രദേശ്, മാഹി, കർണാടകയുടെ ഉൾപ്രദേശങ്ങൾ, തമിഴ്നാട്, പുതുച്ചേരി, കാരയ്ക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും പരക്ക മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഈ മാസം 18 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി മറ്റന്നാൾ രാത്രി വരെ തിരുവനന്തപുരം, കൊല്ലം തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള അന്താരാഷ്ട്ര തപാൽ സേവനങ്ങൾ നാളെ മുതൽ പുനരാരംഭിക്കും. വേഗത്തിലുള്ള കസ്റ്റംസ് ക്ലിയറൻസ് ഉറപ്പാക്കി അധിക തീരുവയോ കാലതാമസമോ ഇല്ലാതെ യുഎസിലെ വിലാസക്കാർക്ക് തപാലുകൾ എത്തിക്കുമെന്ന് കമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയം അറിയിച്ചു. യുഎസ് ഭരണകൂടം പുറപ്പെടുവിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിനെ തുടർന്നാണ് യുഎസിലേക്കുള്ള തപാൽ സേവനങ്ങൾ നിർത്തിവച്ചിരുന്നത്. ദ്വീപ് രാഷ്ട്രമായ മഡഗാസ്കറിൽ പാർലമെന്റിന്റെ അധോസഭ പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ആൻഡ്രി രജോലിന. യുവജന പ്രക്ഷോഭത്തെ തുടർന്ന് രജോലിന പലായനം ചെയ്തതായാണ് വിവരം. രാജ്യത്തെ ജല, വൈദ്യുതി ക്ഷാമം, അഴിമതി തുടങ്ങിയവ ചൂണ്ടിക്കാട്ടി സെപ്റ്റംബർ 25 ആരംഭിച്ച പ്രതിഷേധങ്ങൾ ശക്തമായ പ്രക്ഷോഭമായി മാറുകയായിരുന്നു. തിരുവനന്തപുരത്തെ CSIR NIIST സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ കേന്ദ്ര മന്ത്രി ജിതേന്ദ്ര സിംഗ് നാളെ മുഖ്യാതിഥിയാകും. ക്യാമ്പസിൽ നിർമ്മിച്ച സുവർണ ജൂബിലി ഇന്നൊവേഷൻ സെന്റർ, നോഡൽ ഹബ്ബ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ലബോറട്ടറി എന്നിവയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. NIIST ഡയറക്ടർ ഡോക്ടർ C അനന്തരാമകൃഷ്ണൻ ചടങ്ങിന് അധ്യക്ഷത വഹിക്കും. ഗൾഫ് രാജ്യങ്ങളിലെ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ യാത്ര തിരിക്കും. ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, കുവൈറ്റ്, UAE എന്നീ രാജ്യങ്ങളാണ് മുഖ്യമന്ത്രി സന്ദർശിക്കുന്നത്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ GST പരിഷ്കാരം മിസോറാമിലെ വിവിധ വ്യവസായങ്ങൾക്ക് ഏറെ ഗുണകരമാകുമെന്ന് വിലയിരുത്തൽ. മിസോറാമിന്റെ വിനോദസഞ്ചാരം, കരകൌശല വിദഗ്ധർ, കർഷകർ തുടങ്ങിയവർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. സംസ്കരിച്ച മിസോ മുളക്, മഞ്ഞൾ, ഇഞ്ചി, മുള ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ GST 5% കുറച്ചിട്ടുണ്ട്. സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർധന. ഇന്ന് സ്വർണ്ണവിലയിൽ 3 തവണയാണ് ഏറ്റക്കുറച്ചിലുണ്ടായത്. പവന് 960 രൂപ കൂടി 94,120 രൂപയും ഗ്രാമിന് 11,765 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻഇടിവ്. സെൻസെക്സ് 297 പോയിന്റ് നഷ്ടത്തിൽ 82,029ലും നിഫ്റ്റി 82 പോയിന്റ് ഇടിഞ്ഞ് 25,145ലും വ്യാപാരം അവസാനിപ്പിച്ചു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇതുവരെയുള്ള പ്രത്യക്ഷ നികുതി പിരിവിൽ 6%-ലധികം വളർച്ച രേഖപ്പെടുത്തി. 11.89 ലക്ഷം കോടി രൂപയാണ് ഇതുവരെയുള്ള ആകെ പ്രത്യക്ഷ നികുതി പിരിവ്. ഏപ്രിൽ 1 മുതൽ ഒക്ടോബർ 12 വരെയുള്ള ആകെ കോർപ്പറേറ്റ് നികുതി പിരിവ് കഴിഞ്ഞ വർഷത്തേക്കാൾ 2%-ലധികം വർദ്ധിച്ച് ഏകദേശം 5.02 ലക്ഷം കോടി രൂപയായെന്നും ആദായ നികുതി വകുപ്പ് അറിയിച്ചു. ഇന്ത്യയുടെ മൊത്ത വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം സെപ്റ്റംബറിൽ 0.13% കുറഞ്ഞതായി റിപ്പോർട്ട്. വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഓഗസ്റ്റിൽ ഇത് 0.52% ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, ഗതാഗത ഉപകരണങ്ങൾ, തുണിത്തരങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ഉണ്ടായ വർധനവാണ് പണപ്പെരുപ്പ നിരക്കിൽ പ്രതിഫലിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. മംഗോളിയൻ പൌരന്മാർക്ക് സൗജന്യ വിസ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മംഗോളിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി വിവിധ ധാരണാപത്രങ്ങൾ കൈമാറി. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയ്ക്ക് വിട്ടുവീഴ്ചയില്ല നയമാണുള്ളതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആന്ധ്രാപ്രദേശിൽ ഗൂഗിൾ പ്രഖ്യാപിച്ച AI ഹബ്ബ് ഇന്ത്യ AI മിഷന്റെ വളർച്ചയ്ക്ക് ഉത്തേജനമാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി BJP. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള അന്താരാഷ്ട്ര തപാൽ സേവനങ്ങൾ നാളെ മുതൽ പുനരാരംഭിക്കും. കേരളത്തിൽ പരക്ക മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഈ മാസം 18 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.